ഹലോ, ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഡിസ്ചാർജ് ഡേ ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ആസ് എ ന്യൂ മോം ഇതെൻ്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീയോടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസറും പിന്നെ എൻ്റെ ഫേവറേറ്റ് ബയോട്ടിക്കിൻ്റെ ലിപ് ബാമും ഇട്ടു. പിന്നെ ഐ മേക്കപ്പിലേക്ക് കടന്നു. ഐ മേക്കപ്പ് വിട്ടൊരു കളിയില്ലല്ലോ, അതാണ് നമ്മുടെ മെയിൻ. അങ്ങനെ കാജൽ എഴുതി, ഒരു നോർമൽ ഐലൈനർ എഴുതി, പിന്നെ ഒരു വാട്ടർ പ്രൂഫ് ഐലൈനർ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് മസ്കാര ഇട്ടു. പിന്നെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ചേഞ്ച് വരും. ഇത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ലാക്മിയുടെ കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. അതും എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. ലിപ്സ്റ്റിക് ഇടാതെ എന്ത് ഗെറ്റ് റെഡി വിത്ത് മീ അല്ലേ? നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. പിന്നെ ഹെയർ ഒന്ന് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ച് കോമ്പ് എടുത്തപ്പോഴേക്കും വാവ ഒന്ന് അനങ്ങുന്നത് കണ്ടു. ബട്ട് ഉണർന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിന്യൂ ചെയ്തു. കറക്റ്റായിട്ട് വാവയെ നോക്കാൻ ഡോക്ടർ വരുന്ന ടൈമിലായിരുന്നു എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. സർപ്രൈസിംഗ്ലി ഡോക്ടർ വാവയുടെ ഫോട്ടോയിൽ ഒരു ഫോട്ടോ ഫ്രെയിം ഗിഫ്റ്റൊക്കെ ആയിട്ടാട്ടോ വന്നത്. അതിവിടെ എല്ലാവർക്കും കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഫൈനലി ഞാൻ റെഡിയായി. ഇനി ബ്യൂട്ടിഫുൾ ഡ്രസ്സ് വന്നിട്ട് പ്രിറ്റി പ്ലംസ് ക്ലോത്തിങ് എന്ന ഇൻസ്റ്റ പേജിൽ നിന്നാട്ടോ. ഇന്ന് എന്നെ എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നി. ചിലപ്പോൾ എന്നിലെ അമ്മയിലെ ഭംഗിയായിരിക്കും അല്ലേ.